कौन है? തുപ്പാക്കിയുമേന്തി ഇളയ ദളപതി അവതരിക്കുന്നത് കാണാൻ ആരാധകർ ആഴ്ചകൾക്ക് മുൻപേ തയ്യാറെടുപ്പ് തുടങ്ങിയിരുന്നു. ഇന്നലെ വൈകിട്ട് 3 മണി മുതൽ തിരുവനന്തപുരത്ത് തിയേറ്ററുകൾ വിജയ് ഫാൻസ് കൈയടക്കി. നഗരത്തിലും തിയേറ്ററുകൾക്ക് മുന്നിലും ഫ്ലക്സ് ബോർഡുകൾ നിറഞ്ഞു. രാത്രി 8 മണിയോടെ റിലീസിംഗ് സെന്ററുകൾക്ക് മുന്നിൽ വൻ ക്യൂ പ്രത്യക്ഷപ്പെട്ടു. ആരാധകരുടെ ആവേശം അതിരുകടക്കാതെ കാക്കാൻ പോലീസുകാർ നന്നേ പണിപ്പെട്ടു. അർദ്ധരാത്രി 1 മണിക്ക് തുടങ്ങാനിരുന്ന ആദ്യ ഷോ സാങ്കേതിക കാരണങ്ങളാൽ മാറ്റിവെച്ചു. ആടിയും പാടിയും തിയേറ്ററുകൾക്ക് മുന്നിൽ ദീപാവലി ആഘോഷിച്ചും നേരം പുലരുവോളം അവർ കാത്തിരുന്നു. ആരാധകരുടെ വാനോളം ഉയർന്ന പ്രതീക്ഷകൾ സഫലമാക്കി 4 മണിയോടെ ഇളയ ദളപതിയുടെ അവതാരം. ആർപ്പ് വിളിച്ചും നൃത്തമാടിയും അവർ തുപ്പാക്കിയെ വരവേറ്റു. സമീപകാലത്തൊന്നും കേരളത്തിൽ ഒരു സിനിമയ്ക്കും ലഭിക്കാത്ത സ്വീകരണമാണ് ആരാധകർ തുപ്പാക്കിക്ക് ഒരുക്കിയിരുന്നത്. മലയാളി പ്രേക്ഷകർ ഒരു തമിഴ് സിനിമയ്ക്ക് നൽകിയ വരവേൽപ്പ് അമ്പരപ്പിക്കുന്നതാണെന്ന് ശ്രീപത്മനാഭ തിയേറ്റർ ഉടമ ഗിരീഷ് ചന്ദ്രൻ പറഞ്ഞു. സിനിമ എന്നും ഭാഷയ്ക്ക് അതീതമാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് തുപ്പാക്കി കിട്ടിയിട്ടുള്ള ഈ സ്വീകരണം. തിരുവനന്തപുരത്തെ 3 തിയേറ്ററുകൾ ഉൾപ്പെടെ സംസ്ഥാനത്ത് 124 സെന്ററുകളിലാണ് തുപ്പാക്കി റിലീസ് ചെയ്തത്. ഇന്നലെ രാത്രി തൊട്ട് ജീവൻ മനസ്സ്. ഇപ്പോൾ സമയം വെളുപ്പിന് 5 മണി. ഒരു രാത്രി മുഴുവൻ ഉറക്കമൊഴിഞ്ഞിട്ടും കുറയാത്ത ആവേശവുമായി ഇളയ ദളപതിക്കൊപ്പം ദീപാവലി ആഘോഷിക്കുകയാണ് ഈ ആരാധകർ. ക്യാമറാമാൻ ബിനീഷ് പുന്നപ്പുറയ്ക്കൊപ്പം വി ബി അരുൺ, തിരുവനന്തപുരം, ഇന്ത്യ വിഷൻ.